ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏനമാവ് എന്ന സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു പാർക്കിലൊക്കെ നിൽക്കുന്ന ഫീലൊക്കെ ഉണ്ടാകുമായിരിക്കാം. ആക്ച്വലി ഇതൊരു പാർക്കൊന്നും അല്ല, ഇത് സ്വാലിഹിൻ്റെ വീടാണ്. പക്ഷേ ഒരു പാർക്കിൻ്റെ അന്തരീക്ഷമൊക്കെ ഇവിടെ ഉണ്ട്. രസമുള്ള കുറേ ചെടികളുണ്ട്. തൊട്ടപ്പുറത്തുകൂടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ കാണുന്നത് സ്വാലിഹിൻ്റെ വീടിന് അകംഭാഗമാണ്. അങ്ങോട്ടേക്ക് നമുക്ക് വരാം. സൈലത്തിൽ 700 മാർക്കൊക്കെ വാങ്ങി ഒരുപാട് പേര് ഓഫീസിലേക്ക് വന്ന് ക്യാമ്പസിലേക്ക് വന്ന് കണ്ട് ഇരുന്ന് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ ഇങ്ങനെ കാണുകയും നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഒരാളെ മാത്രം എനിക്ക് സൈലത്തിലല്ലാതെ കാണണം എന്നുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ പോയി കാണണം എന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് അയാളുടെ വീട്ടിലാണ്, സ്വാലിഹിൻ്റെ വീട്ടിലാണ്. എന്ത് തോന്നുന്നുണ്ട് ഇപ്പോൾ? ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കുറേ ദിവസങ്ങളായി. മാർക്കൊക്കെ നമ്മൾ കൂട്ടി വെച്ചു, 700 കടന്നു എന്നൊക്കെയുള്ള കോൺഫിഡൻസിൽ രസമായി നമ്മളിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ? ഇപ്പോൾ ആക്ച്വലി ഇപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്നത്. ആക്ച്വലി ഇപ്പോൾ ഇനി ഫ്യൂച്ചറിനെ പറ്റി നല്ല ഹോപ്പുണ്ട്. ഇതാണ് സ്വാലിഹിൻ്റെ വീട്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഇരുന്നിട്ടാണ് സ്വാലിഹ് പഠിച്ചത്. ഇതിനകത്ത് ഇരുന്നിട്ട് തന്നെ ആയിരുന്നു ഇപ്പോൾ സ്വാലിഹ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇരുന്ന് പഠിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ, പറയേ. ഇവിടെ ഇരുന്നിട്ട് പഠിക്കാറുണ്ട്. എനിക്ക് എവിടേക്കോ സ്ഥലം കിട്ടണം അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ജസ്റ്റ് എവിടെയാണ് പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ അങ്ങനെ കംഫർട്ടബിൾ ആയി പോവാ. സ്വാലിഹിനെ നിങ്ങൾ കേൾക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുകൂടിയാണ്. സ്വാലിഹ് ഒരിക്കലും സ്വാലിഹ് എവിടെ ഇരുന്ന് പഠിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടില്ല. താനിരുന്ന് പഠിക്കുന്ന മുറിയുടെ സൗകര്യത്തെക്കുറിച്ച്, അതിനു ചുറ്റും വലിച്ചു കെട്ടിയ ഷീറ്റിനെ കുറിച്ച്, ഒന്നിനെക്കുറിച്ചും സ്വാലിഹ് ആലോചിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്ന് വരുന്ന ശബ്ദം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു, അല്ലേ? പുറത്ത് നിന്ന് നമ്മളെ വന്ന് കടിക്കുന്ന കൊതുക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യത്തെ അങ്ങേയറ്റം സങ്കടത്തോടുകൂടെ നോക്കിക്കാണുകയും ഇതുകൊണ്ടൊക്കെ ഞാൻ പഠിക്കാതായിപ്പോയി എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പേർ സ്വാലിഹിനെ കേൾക്കണം. സ്വാലിഹിന് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നു. വളരെ റിലാക്സ്ഡായി സ്വാലിഹ് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന്, എവിടെ ഇരുന്നൊക്കെ സ്വാലിഹിന് പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ അവിടെ ഇരുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. തൻ്റെ ചുറ്റുവട്ടത്ത് എന്താണ് ഉണ്ടായിരുന്നത്, തനിക്കെന്തുണ്ട്, തനിക്കെന്തില്ല എന്നൊന്നും സ്വാലിഹിൻ്റെ പ്രശ്നമേ ആയിരുന്നില്ല. പ്രശ്നം എപ്പോഴും തൻ്റെ പുസ്തകങ്ങളും അതിനകത്ത് നിന്ന് താൻ എന്ത് പഠിക്കേണ്ടതുണ്ട് എന്ന തോന്നൽ മാത്രമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ സ്വാലിഹിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്കുള്ള പല സാഹചര്യങ്ങളും എനിക്കില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട ഒരു കുട്ടി എപ്പോഴെങ്കിലും സ്വാലിഹിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയിട്ടില്ല. ആക്ച്വലി ഇല്ല. സുഹൃത്തുക്കളൊക്കെ വന്ന ക്ലാസ് റൂമിൽ നിന്നൊക്കെ പറയുമായിരുന്നോ, വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു? പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും സങ്കടമൊന്നും വന്നിട്ടില്ല? സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ചില നേരത്ത് തോന്നുന്നു അങ്ങനെ വരേണ്ട കാര്യമില്ല. ആക്ച്വലി എന്താ ഉള്ളത്, അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കണ്ടെത്താം. ഈ സ്റ്റേറ്റ്മെന്റ് സ്വാലിഹ് എപ്പോഴും പറയുന്നത് കൊണ്ടാണ് സ്വാലിഹിനെ നിങ്ങൾ അങ്ങനെ തന്നെ കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ജീവിതം നമ്മളെ ബുദ്ധിമുട്ടിച്ച് ഇതിനിടയിൽ നിന്ന് ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. സ്വാലിഹ് ഒരിക്കലും അതിനെ കാര്യമേ ആക്കിയിട്ടില്ല. സ്വാലിഹിനെ കുറിച്ച് ഞാൻ വീടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും സ്വാലിഹ് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഓർക്കാറില്ല. ഞാൻ എപ്പോഴും എനിക്ക് കിട്ടേണ്ട മാർക്കിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരു കാലത്തും ഞാൻ എനിക്കിതില്ലല്ലോ എന്നൊന്നും ആലോചിച്ചു, എനിക്കുള്ളത് എനിക്കുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ് സ്വാലിഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കുട്ടി ഒരു രസമുള്ള കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടി നിങ്ങളെല്ലാവരും പിന്തുടരേണ്ട കുട്ടിയാണ്. ഈ ഒരൊറ്റ മുറിക്കകത്ത് താൻ ജീവിക്കുകയാണ് എന്ന തോന്നൽ ഒരു കാലത്തും സ്വാലിഹിനെ അലട്ടിയിട്ടില്ല. തൻ്റെ വീടിനില്ലാതെ പോയ കോൺക്രീറ്റ് മേൽക്കൂരയെക്കുറിച്ച്, ചുവരിനെക്കുറിച്ച്, ഒന്നിനെക്കുറിച്ചും ആലോചിച്ചല്ല സ്വാലിഹ് കുഞ്ഞുനാൾ മുതൽ ഇവിടെ ഇരുന്ന് പഠിച്ചത്. മാത്രമല്ല ഇതുവഴി ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര രസമൊക്കെ ഉണ്ട് ഈ പുഴ. പക്ഷേ ഈ പുഴയിൽ നിന്ന് ഒരിക്കൽ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വന്ന കഥ സ്വാലിഹിൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്വാലിഹ് എത്രാം ക്ലാസ്സിലാണ്? 9th പഠിക്കുമ്പോഴാണ് ഇവിടെ വെള്ളപ്പൊക്കം വരുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റാതെ പൊളിഞ്ഞു പോയോ ഇതൊക്കെ? കംപ്ലീറ്റ് ഇവിടെ ഒക്കെ ആകെ വേസ്റ്റ് ഒക്കെ വന്നടിഞ്ഞ് ആകെ ഒരു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ എത്തി. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാറാ ചെയ്യും. ഈ കെട്ടിയതൊക്കെ അതിനുശേഷം വീണ്ടും കെട്ടിയുണ്ടാക്കിയതാണോ? ഇപ്പോൾ ഒരു ഫ്ലഡ് വരികയാണെങ്കിൽ മിക്കവാറും റീബിൽഡ് ചെയ്യേണ്ടി വരും. എല്ലാം കംപ്ലീറ്റ് പൊളിഞ്ഞു പോകും. ഈ ചെടികളൊക്കെ അതിന് ശേഷം വെച്ചാണോ? അതിനുശേഷം. ആര് വെച്ച ചെടികളാ ഇതൊക്കെ? ഇങ്ങനെ ചെടികളൊക്കെ മെയിൻലി നോക്കണത് വീട്ടിലെ ഉപ്പയാണ്. ആണോ? ഉപ്പയ്ക്ക് ഇഷ്ടമാണ് ചെടികളൊക്കെ? ചെടി അങ്ങനെ കുറച്ചൊക്കെ വൃത്തി വരിക, ഭംഗി
അപ്പുറത്തൊക്കെ ആള് നോക്കാം. ഭയങ്കര രസമുണ്ട് അപ്പുറത്തോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണുന്നത്. അപ്പുറത്തോട്ടേക്ക് എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഭാഗത്തിന് ഭയങ്കര സ്റ്റോറി ഉണ്ട്. സാലിഹിന്റെ 700-ൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റോറിയിലേക്ക് ഞാൻ വരണം. സാലിഹ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു പ്രായത്തിലാണെന്ന് ഓർമ്മിക്കണമേ, ഇപ്പൊ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് 700 കടന്ന് സ്വാലിഹ് നിൽക്കുകയാണ്. അപ്പൊ സ്വാലിഹിന്റെ പിന്നോട്ടുള്ള കാലം എന്ന് പറയുമ്പോൾ കുഞ്ഞു പ്രായമാണ്. ആ പ്രായത്തിൽ സ്വാലിഹ് മാഷാണ് അല്ലേ, ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ? മാഷേന്നാണ് എന്താ കുട്ടികൾ വിളിക്കാറുള്ളത്? പിന്നെ കുട്ടിയാവുമ്പോ ക്ലാസ് എടുത്തിരുന്നപ്പോ എന്നെക്കാട്ടിയും പ്രായമുള്ള ചില ചേട്ടന്മാർക്ക് ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ കുട്ടി മാഷ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. കളിയാക്കല്ല, എന്ന് റെസ്പെക്ട് ആയിരിക്കും. അപ്പൊ കുട്ടി മാഷാണ്. അപ്പോൾ കുട്ടി മാഷായിരുന്ന ഒരു കഥയൊന്ന് പറയാമോ എന്നോട്? അന്നൊക്കെ എപ്പോഴൊക്കെയാ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്? ക്ലാസ് ആദ്യം ഞാൻ തുടങ്ങുന്നത് എൻ്റെ വീട്ടില് ഉമ്മയും ഉപ്പയും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അവര് പഠിപ്പിക്കാനായിട്ട് കുട്ടികൾ വരാറുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വരും. ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നോ മാഷിനെ? ഇഷ്ടമായിരുന്നു. അവരൊക്കെ അറിഞ്ഞോ ഈ റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഗംഭീരമായ ഒരു ഇടത്ത് എൻ്റെ ടീച്ചർ നിൽക്കുകയാണ് എന്നവരൊക്കെ അറിഞ്ഞോ? ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു മാതൃകയാണ് അവരെ പഠിപ്പിച്ച മാഷ്. അവരെ പഠിപ്പിച്ച മാഷ് എന്നുള്ളത് മാത്രമല്ല അതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടുണ്ടല്ലോ, സ്വാലിഹിൻ്റെ ഈ വീടിൻ്റെ തൊട്ടടുത്തായി ഇതുപോലെയൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഇതുപോലെ കെട്ടിയുണ്ടാക്കിയ വേറൊന്നുണ്ട്. അതാണ് സ്വാലിഹ് ഇപ്പം പറഞ്ഞ സ്വാലിഹിൻ്റെ ഉപ്പയും ഉമ്മയും. സ്വാലിഹൊക്കെ ട്യൂഷൻ എടുത്തോണ്ട് അവിടെയൊക്കെ കുറേ ബോർഡൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ സൈഡ് മറച്ചിരിക്കുന്ന ഇതൊക്കെ ട്യൂഷൻ്റെ ആണോ? നമ്മൾ തന്നെ ട്യൂഷൻ്റെ ആണോ അതൊക്കെ? മേലത്തെ രണ്ടെണ്ണം നമ്മളെ ട്യൂഷൻ്റെ ആണല്ലേ? അത് ഫുൾ A+ കിട്ടിയ കുട്ടിയല്ലേ? അത് മോൻ്റെ തന്നെയാണോ അത്? ഫസ്റ്റത്തെ ഞാൻ തന്നെ. ഓ, അത് ഭയങ്കര രസമുണ്ട്. സ്വന്തം വീട്ടിന്റെ ചുമരിന് മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്, ഷീറ്റ് കെട്ടി വെച്ചിരിക്കുന്നത് സ്വാലിഹിന്റെ തന്നെ പഴയ റിസൾട്ടാണ്. അപ്പൊ സ്വാലിഹിന്റെ റിസൾട്ട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടാണിത്. ഞാൻ സ്വാലിഹിനോട് നേരത്തെയും പറയായിരുന്നു, ഈ റിസൾട്ട് കൊണ്ട് സ്വാലിഹ് കെട്ടിയുണ്ടാക്കേണ്ടത് സ്വാലിഹിന്റെ വീടാണ് എന്ന്. ഞാൻ അപ്പുറത്തെ ചെടികളെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും രസമുള്ള ഒരു വിഷ്വല ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ ചെടികൾക്കിടയിലൂടെ ഒരു വള്ളിക്കുടിൽ അകത്തേക്ക് പോകുമ്പോലെ കയറി ചെല്ലുന്നതാണ് സ്വാലിഹിന്റെ ഉപ്പയും ഉമ്മയും നടത്തുന്ന ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഉമ്മയുടെ ട്യൂഷൻ സെന്റർ. അപ്പൊ സാലിഹ് പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെയും ട്യൂഷൻ സെന്റർ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പഠിച്ചൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പഠിപ്പിക്കാതായി, ഉപ്പ എൻ്റെ പിന്നാലെ വന്ന് ഉപ്പയും പഠിപ്പിക്കാതായി, ഇപ്പൊ ഉമ്മ മാത്രമാണ് കാര്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരാശ്രയം ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ മോൻ 8ാം ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി പിന്നെ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ട്യൂഷൻ വീട് പോലെ ആയിരുന്നു. ഉപ്പി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ആയിട്ട് എടുക്കും. റിജു സാറും ജോയ് മാഷും കൂടിയിട്ട് വന്നിട്ട് അത് ഒരു പഠനത്തിൻ്റെ കൂടെ മറ്റൊരു കാര്യം നടക്കില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുമായിരുന്നു. പ്രധാനമായിട്ട് പറയാനുള്ള നമുക്ക് അവിടുത്തെ മെറ്റീരിയൽസിനെ പറ്റിയാണ്. എങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന്, മെൻറ്റേഴ്സിന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായി. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ടെൻഷൻ അടിക്കാതെ തന്നെ മകനിക്ക് അവിടെ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്. ട്യൂഷൻ ഹട്ട് എന്നോ എന്തായിരുന്നു അതിന് പേരിട്ടിരുന്നത്? എഡു ഹട്ട്. ഓക്കെ. രവിശങ്കർ സാറ് ഞാനും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും അറിയില്ല. റിപ്പീറ്റ് ചെയ്യാൻ സ്വാലിഹിനെ ഈ വീട്ടിൽ വന്ന് കണ്ട് നിർബന്ധിച്ച കഥയൊക്കെ റിജു സാറിനോട് പറയുമായിരുന്നു. അപ്പോൾ റിജു സാറാണ് എന്നോട് ആദ്യമായി പറയുന്നത് സ്വാലിഹിൻ്റെ വീട് ഒരിക്കലൊന്ന് കാണണം, ഭയങ്കര രസമുള്ള വീടാണത് എന്നൊക്കെ. രസമുള്ള വീടാണെന്ന് റിജു സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നീടാണ് റിജു സാറ് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമൊക്കെ ഉണ്ടെങ്കിലും സ്വാലിഹിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊന്നും അത്ര രസം ആ വീട് കൊടുക്കാൻ സാധ്യതയില്ല. അവരുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് അവരങ്ങനെ ഒരു ഷീറ്റ് കൊണ്ടൊക്കെ വീട് കെട്ടി ഉണ്ടാക്കിയത്. പക്ഷെ സ്വാലിഹിനായാലൊന്നും യാതൊരു പ്രയാസവുമില്ല. അതും എടുത്തു പറയണം. ഉപ്പയും ഉമ്മയിൽ നിന്ന് സാലിഹിലേക്ക് വരും. സാലിഹ് കുറച്ചുകൂടെ റിയാലിറ്റികൾ എന്ന് പറയുമ്പോൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അല്ലേ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. സ്വാഭാവികമായും വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഒരു കുട്ടി പതറിപ്പോവും. ഉപ്പയും ഉമ്മയൊക്കെ ടെൻഷനിലായിപ്പോയി. പക്ഷെ സ്വാലിഹ് ടെൻഷനിലൊന്നും ആയിരുന്നില്ല. സ്വാലിഹാണ് വളരെ റിലാക്സ്ഡായി നമുക്ക് മറ്റൊരു വണ്ടി വിളിച്ചു പോകാന്നൊക്കെ പറയുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് രാവിലെ പോകുന്ന ദിവസത്തിന്റെ? അന്ന് രാവിലെ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഒരു സാധനം വാങ്ങാനായിട്ട്. അപ്പോൾ തിരിച്ചു വന്ന് ഓണാക്കുമ്പോൾ വണ്ടി ഓണാവണില്ല. അപ്പോൾ പെട്ടെന്നാണെങ്കിൽ ഉപ്പയുടെ ശബ്ദം മാറി ഒരു ടെൻഷൻ, ഒരു കരച്ചിലിൻ്റെ ആ ഒരു വക്കിലെത്തിയ ഒരു ഇതായി. അപ്പം ഞാൻ പറഞ്ഞു സാറില്ല, നമുക്കൊരു ബസ് വിളിച്ച് പോകാമെന്ന് പറഞ്ഞു ജസ്റ്റ് തോളി തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ
ഒരു സമാധാനം. സ്വാലിഹ് ഒരു വലിയ സ്വാലിഹാണ്. നേരത്തെ പറഞ്ഞ വാക്കാ എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടി മാഷ് എന്നൊക്കെ പറയുന്ന പോലെ എന്നേക്കാൾ മുതിർന്ന ആളുകളെ ഞാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഉപ്പ ടെൻഷൻ ആയപ്പോഴും ചോലൊക്കെ തട്ടി ടെൻഷൻ ആവേണ്ട നമുക്ക് പോവാന്നൊക്കെ പറയുന്ന നമ്മളുടെ ഒരു ഉൾക്കരുത്തിന്റെ കൂടെ റിസൾട്ടാണിത്. അതുകൂടിയാണ് നമ്മളെ ഗംഭീരമായ റാങ്കിലേക്ക് എത്തിക്കുക എന്ന റിയാലിറ്റി കൂടെ നിങ്ങളെല്ലാവരും തിരിച്ചറിയണം. ഞാൻ ഈ വീട്ടിലേക്ക്, ഞാൻ ഈ ട്യൂഷൻ സെന്ററിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എജ്യു ഹട്ട്, പണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരു സർവകലാശാല ഇന്ത്യയിൽ ഉണ്ടാക്കിയ സമയത്ത് അതിനു മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര വിശ്വം ഭവത്യേകനീടമെന്ന്, ലോകം ഒരു പക്ഷിക്കൂട് പോലെയാണ് എന്ന്. നമ്മൾ ഈ സർവകലാശാലകൾക്കൊക്കെ വലിയ പേരുകളൊക്കെ ഇടുമ്പോൾ അതിനെ ഒരു പക്ഷിക്കൂടിനോട് ഉപമിച്ച ഒരു ഇന്ത്യയുടെ ചരിത്രത്തെ ഞാൻ നേരത്തെ പറയുന്നു. ആ ചരിത്രമാണ് സത്യത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഹട്ട് എന്ന് പേരിടുന്നതിൻ്റെ ഒരു മനോഹാരിത, ഒരു ഭംഗിയൊക്കെ ആ പേര് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ ആദർശത്തെ കൂടെ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സ്ഥാപനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്തൊരു ട്യൂഷൻ ഹട്ടാണ്, ഒരു ട്യൂഷൻ കാഴ്ചയാണ് സ്വാലിഹിന്റെ ലോകം എന്ന് പറയുന്നത്. ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചിരുന്നു അല്ലേ? ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ആരാണ് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളൊക്കെ ആരാ ഇത് കൊണ്ട് നടക്കുന്നത്? ഇപ്പൊ ഉമ്മയാണ് മെയിൻലി നോക്കുന്നത്. ഉമ്മയുടെ സബ്ജക്ട് എന്താ? ഉമ്മ മെയിൻലി കൊമേഴ്സ്. സ്വാലിഹ് സയൻസ് അല്ലേ? കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഉമ്മ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഉപ്പ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഉപ്പ എന്ന് പറയുന്നതിനേക്കാളും ഉപ്പ സ്വാലിഹിനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവിട്ടിട്ട് താഴെ സ്വാലിഹിനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ചൊക്കെ എന്നോട് റിജു സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഓടിക്കലാണോ ക്ലാസ് എടുക്കലായിരുന്നോ ഉപ്പയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് സ്വാലിഹ് കാണുമ്പോഴൊക്കെ? ആദ്യം ക്ലാസ് മാത്രമായിരുന്നു, പിന്നെ ഒരു കാലത്ത് ഓട്ടോ കൂടി വന്നു, പിന്നെ രണ്ടും കൂടി കൊണ്ടുപോയ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിന്നാലെ, പിന്നെ സ്വാലിഹിന്റെ പിന്നാലെ ക്ലാസ്സും മാറ്റിവെച്ച് ഓട്ടോയും മാറ്റിവെച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഉപ്പയാണ്. സ്കൂളിൽ കളിയും ചിരിയൊക്കെ ആയിട്ട് നടന്നിരുന്നത് ഞങ്ങൾ അത്ര വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ സ്കൂളിൽ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഫുൾ A+ വാങ്ങണം വളരെ കൂളായിട്ട്. അപ്പോൾ പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ഒരു ഉണ്ടെന്ന് മനസ്സിലായി. സയൻസിന് ബയോ സയൻസിന് ചേർത്തു. അവിടെ ആ സ്കൂളും വലിയ, ഇവിടെ നല്ല സ്കൂളൊക്കെ വേറുണ്ട്, എന്നാലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണുള്ള, അവിടെ കൊണ്ടുവന്നില്ല. അത്ര ഒരു റിസൾട്ട് ഇല്ലാത്തൊരു സ്കൂളാണ്. പക്ഷെ ആ സ്കൂളിലും പോയിട്ട് അവിടെയും ഫുൾ A+ മേടിച്ചു. നല്ല എനിക്ക് വന്നപ്പോൾ ഞങ്ങളാകെ സ്റ്റണ്ടായി പോയി. ഇനിയിപ്പം തന്നെയാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, പിന്നെ ഒരു ടാലൻറ്റിലാണ്, നീറ്റിന് വിടാൻ പറഞ്ഞു. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് പരീക്ഷ എഴുതി പോവും, അല്ലെങ്കിൽ പാരൻസ് വന്ന് കൊണ്ടുവിട്ട് പരീക്ഷ കഴിയുമ്പോൾ ചില ആളുകൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഈ കാഴ്ചയാണ് പൊതുവേ GIBയിലൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷെ അവിടുന്ന് മാറിയിട്ട് കൊണ്ടുവന്ന് ഇറക്കി പരീക്ഷ കഴിയും വരെ ഒരാളെയും കാത്ത് ഉപ്പ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര കെയർ ആയിരുന്നു. എപ്പോഴും അത്രയും ഭയങ്കര പാമ്പർ ചെയ്തിട്ടായിരുന്നു സാലിഹിനെ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു പയ്യനാണല്ലോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തൃശ്ശൂരൊക്കെ പോയി ക്ലാസ് എടുത്തിരുന്നതാണ്. അപ്പോൾ ഇവൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ അവരെന്നെ എന്നെ ക്ലാസ് ഓടിപ്പിച്ചു. കാരണം അന്നാ കുട്ടീനെ നോക്കിയിരുന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്നാ അവര് അവിടെ നമുക്ക് ഓടിപ്പിച്ചു. തൃശ്ശൂരൊക്കെ വന്ന് ക്ലാസ് എടുത്തിരുന്നതാണ്. അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഓടിയിടുന്ന ക്ലാസ് എടുക്കുന്നതാണ്. അലിൻ്റെ ഉപ്പയെ ഒരുപാട് ഉപ്പമാരും കൂടെ കേൾക്കണം. ഭയങ്കര രസമായിട്ട് ആണ് പറഞ്ഞു പോകുന്നതെങ്കിലും എത്രമാത്രം ഡെഡിക്കേഷനാണ് എന്നുള്ള ഒരു റിസൾട്ടിലേക്ക് വരുമ്പോൾ ഞാൻ സ്വാലിഹിനെ കുറേ അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഉപ്പയുടെ ടെൻഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ആ ടെൻഷൻ ഓട്ടോ ഓടിക്കുകയാണ് സ്വാലിഹിൻ്റെ ഉപ്പ അക്കാലത്ത്. നിങ്ങൾ ഓർമ്മിക്കണമേ, ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും, നിങ്ങളുടെ എല്ലാവരുടെയും മക്കളും എന്നെ കേൾക്കുന്നുണ്ടാവും. ഓട്ടോ ഓടിച്ച് സ്വാലിഹിനെ കൊണ്ടുപോയി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇറക്കി അവിടെ നിന്ന് മിനിമം ഒരു 5-10 ട്രിപ്പൊക്കെ ഓടിച്ചിട്ട് തിരിച്ചു വരാം. കാരണം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ സ്വാലിഹ് പുറത്തിറങ്ങുമെന്ന് ഉപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. ഇതൊന്നും അറിയാത്ത ആളല്ല സ്വാലിഹിൻ്റെ ഉപ്പ. സ്വാലിഹിൻ്റെ ഉപ്പ ഒരു ടീച്ചറും കൂടിയാണ്. പക്ഷേ സ്വാലിഹിൻ്റെ ഉപ്പക്ക് പോകാൻ പറ്റില്ല. സ്വാലിഹിൻ്റെ ഉപ്പ അവിടെ തന്നെ ടെൻഷൻ അടിച്ച് പുറത്തങ്ങനെ ഇരിക്കും ഈ 2-2.5 മണിക്കൂർ. അത് കഴിഞ്ഞ് സ്വാലിഹിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരും. അക്കാലത്ത് പണിയൊക്കെ ഭയങ്കര കഷ്ടത്തിലായി പോയിട്ടുണ്ടാവും അല്ലേ? ട്യൂഷൻ പിന്നെ വൈഫ് മാത്രമായി, പിള്ളേരുടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറെ സംഭവമുണ്ട്. ഞാനിങ്ങനെ ആവാൻ ആഗ്രഹിച്ചാണ്. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ എടുത്തു, ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. പക്ഷേ ഇതിൽ തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ക്രൈസ്റ്റ് കോളേജിൽ ചേർന്നു. അവിടുത്തെ ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഡോക്ടറായിട്ട് ഞാൻ സ്വാലിഹിനെ കാണിച്ചു കൊടുക്കുന്നത്, എൻ്റെ കൂടെ പഠിച്ച ഡോക്ടറൊക്കെ അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു ആഗ്രഹം ഒന്നുമില്ല, പിന്നെ പറ്റിയില്ല. അപ്പം ഇനി ഇവനും കൂടി അങ്ങനെ ആയിട്ട് ഇനി അവന് അവൻ്റെ പിന്നാലെ പോയത്, എൻ്റെ പിന്നാലെ നടക്കാൻ ആളുണ്ടായിരുന്നില്ല.
ഇങ്ങനെ ഒരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതൊരു ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായി, ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടായാലും ഇത് നടക്കുള്ളൂ. പിന്നെ അതുകൊണ്ടല്ലേ സ്വാലിഹിനോട് പറഞ്ഞു, സ്വാലിഹി വീട്ടിലൊക്കെ ഇങ്ങനെ ഉള്ള അവസ്ഥയൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ സ്വാലിഹ് ഒരിക്കലും അതിലൊന്നും അത്രമാത്രം ടെൻസ്ഡോ ഒന്നും ആയിരുന്നു. സ്വാലിഹ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു ടെൻഷനും ഇല്ല. അന്ന് ഈ ആ ബ്രേക്ക് ഡൗൺ ഞാനാ കരഞ്ഞത് ആകെ ധൈര്യം. അപ്പം എന്നെ അതാണ് അവൻ്റെ ധൈര്യം ഉള്ളതുകൊണ്ട് ഞാനും വീണ്ടും വേറൊരു വണ്ടി വിളിച്ച് അയാൾ എൻ്റെ ടെൻഷൻ കണ്ട് എന്നെ പറ്റിക്കുകയും ചെയ്തു. എന്നാലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എപ്പോഴെങ്കിലും സങ്കടം ഉണ്ടായിരുന്നോ? കുറച്ചുകൂടെ പഠിക്കാനൊക്കെ നല്ല അന്തരീക്ഷമൊക്കെ മോനെ ഒരുക്കി കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു അന്തരീക്ഷം അതിനു വേണ്ടിയാണ് ഉപ്പ ഈ ചെടികളൊക്കെ വെച്ചത് അല്ലേ? ഈ ഒരു അന്തരീക്ഷം ഇത്രേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ഭയങ്കര രസമുള്ള കോൺസെപ്റ്റാണ്, നിങ്ങൾ കേൾക്കണം. ഈ ചെടികളൊക്കെ ഉപ്പ ആകെ ചെടി പിടിച്ച് കിടക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇത് ഞാൻ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടാക്കിയാണ് ഇതൊക്കെ. റിജിസാർ ഇങ്ങനെ ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് പണ്ട് റിജിസാർ സ്വാലിഹിനെ കാണാൻ വേണ്ടി വന്നത്. സൈലം അക്കാഡമിക്സിന്റെ നെടുന്തൂണും സ്വാലിഹ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ക്യാമ്പസിന്റെ ഹെഡും ഒക്കെ സെന്റർ ഹെഡും ഒക്കെ റിജിസാറായിരുന്നു. അതൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനാണ് റിജിസാർ. ഞാൻ അതിലേക്കൊന്നും അല്ല വരുന്നത്. റിജിസാറിന്റെ ഇവിടെയുള്ള ഈ നിൽപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം റിജിസാർ ഒരിക്കലും നടന്നു വന്ന വഴിയിലൂടെ ആണ് എന്നെ റിജിസാർ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത്. സൈലത്തിലേക്ക് സ്വാലിഹിനെ കൊണ്ടുവന്നത് റിജിസാറാണ്. സൈലത്തിന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയത് റിജിസാറാണ്. ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് റിജിസാറാണ്. സ്വാലിഹിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അവൻ നാളെ കേരളത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടെ നിൽക്കേണ്ടയാളാണ് എന്ന് ഞങ്ങളോട് ആദ്യം പറയുന്നത് റിജിസാറാണ്. അതുകൊണ്ട് തന്നെ റിജിസാറിൻ്റെ പ്രസൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാറിന് ഇപ്പം സ്വാലിഹിന് ഇങ്ങനെ കാണുമ്പോഴുള്ള ഫീല്? സാലിഹേ, വളരെ സന്തോഷമുണ്ട് സാലിഹേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു സീസണിൽ, കഴിഞ്ഞൊരു സീസണിൽ ഒരു അൺസർട്ടാനിറ്റിയിൽ നീ നിൽക്കുന്ന സമയത്താണ് നമ്മൾ വീട്ടിലേക്ക് വന്നതും മോനായിട്ട് സംസാരിച്ചതും. ഏകദേശം നമ്മൾ 2-2.5-3 മണിക്കൂറിനടുത്ത് നമ്മൾ ഇരുന്ന് സംസാരിച്ചു. അപ്പം ആദ്യമേ മോനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ്, സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മോനത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഗൈഡൻസൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അത്ര ബെസ്റ്റായിട്ടുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റവും ആ കൈകൾ നമ്മൾ കണ്ടെത്തിയത് സൈലത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ സൈല ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ മോനെ സപ്പോർട്ട് ചെയ്ത് ആ രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നീ വന്ന ഒരു സീസണിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തന്നിരിക്കുന്നത് സൈലത്തിൻ്റെ വെൽക്കം കിറ്റ് മോന് എത്തിച്ചു തന്നു. പിന്നെ DPP എല്ലാം തന്നെ 1 by 1 ആയിട്ട് ഇറങ്ങുന്ന മുറക്കി നമ്മൾ അത് സോൾവ് ചെയ്തെത്തിച്ചു. അപ്പോൾ നീ എന്നോട് അന്ന് പറഞ്ഞ് DPPനെ കുറിച്ച് മോൻ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. ഇത് വളരെ ക്ലിയർ, ക്രിസ്പിയാണ്, എളുപ്പത്തിൽ നമുക്കൊരു ചാപ്റ്റർ കവർ ചെയ്ത് കഴിയാം. മാത്രമല്ല അതിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഫോർമുലാസും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ അതിനകത്തുണ്ടെന്നുള്ള രീതിയിലാണ് മോൻ അന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ സൈലം ഏറ്റവും ബെസ്റ്റായിട്ട് മോനെ വളർത്തിയെടുത്തു. നമ്മൾ 700+ ക്ലബിലേക്ക് മോനെ എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വളരെ സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ ആ DPP ഒക്കെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു? വരാനിരിക്കുന്ന ഒരുപാട് പേര് സ്വാലിഹിനെ കേൾക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവരെങ്ങനെ DPP ഉപയോഗിക്കണം, അവരെങ്ങനെ എക്സാമിനേഷൻ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ അവർക്കുണ്ടാവും. ആക്ച്വലി പറയുകയാണെങ്കിൽ സൈലത്തിൻ്റെ എക്സാംസ് ആണെങ്കിലും മെറ്റീരിയൽസ് അതേപോലെ DPP എല്ലാം മെയിൻലി NCERT ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് NCERT പഠിക്കാനുള്ള ഏറ്റവും ഒരു ഈസി ആൻഡ് ബെറ്റർ വേ ആയിരുന്നു അത്. ഒരു നീറ്റിന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി അവിടെ ഫോക്കസ് ചെയ്യേണ്ട അത് തന്നെയായിരുന്നു അവർ തന്നിരുന്നത്. അത് എക്സാം എഴുതിയപ്പോഴും എനിക്ക് മനസ്സിലായി. റിലാക്സ്ഡ് ആയിരുന്നു എക്സാം എഴുതുന്ന സമയത്ത്? പരീക്ഷ ഹോളെന്നൊക്കെ കൂളായിരുന്നു? ആയിരുന്നു. നന്നായി എഴുതാനാവും എന്ന് ഉറപ്പായിരുന്നു എക്സാം തുടങ്ങുമ്പോൾ? ആ ഉറപ്പോട് കൂടെ വേണം നിങ്ങൾ എല്ലാവരും എഴുതാൻ. സാധാരണ ആളുകൾ പറയുക എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് സ്വാലി ഭയങ്കര കൂളായി പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നല്ല മാർക്ക് വാങ്ങണം. കാരണം അങ്ങനെ പഠിച്ച് അങ്ങനെ പോകണം നമ്മളെല്ലാവരും പരീക്ഷ.